നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്, നമ്മൾ വളരെ സാധാരണക്കാരാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാനാവുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം, ഫലം ഉണ്ടാകുന്നുണ്ട്. വലിയ സാമ്പത്തിക ശക്തികളോട് പിടിച്ചു നിൽക്കാൻ, മത്സരിച്ച് നിൽക്കാൻ, വാദിച്ചു നിൽക്കാൻ, ചെറുത്ത് നിൽക്കാൻ, ഈ ആശയത്തെ ഇങ്ങനെ ചെടി നട്ട് വളർത്തി കൊണ്ടുവന്ന് അത് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എതിർപ്പുകളുണ്ട്, പരിഹാസമുണ്ട്, കേസുകളുണ്ട്, 5-6 കേസുകളുണ്ട്, ജയിലിൽ പിടിച്ചിട്ടു, അങ്ങനെയുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിൽ യാതൊരു സങ്കടമോ മനപ്രയാസമോ ഇനിയും കേസുകൾ വരുമോ എന്നുള്ള പേടിയോ ഒന്നുമില്ല. അത് നമ്മുടെ ഈ പ്രവർത്തനത്തിന് കിട്ടാവുന്ന ഒരു അംഗീകാരമായിട്ടാണ്, അവാർഡുകളായിട്ടാണ് നമ്മൾ കരുതുന്നത്. കാരണം നമ്മുടെ ഈ പറയുന്ന രീതിയെ സമ്മതിച്ചു തരാൻ ഇന്നത്തെ നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കോ സാമ്പത്തിക വ്യവസ്ഥയ്ക്കോ സാധിക്കില്ല. അത്രമാത്രം വലിയ അധിനിവേശമാണ്, നീരാളിപ്പിടുത്തമാണ് മരുന്ന് മാഫിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മരുന്ന് കമ്പനിയുടെയും വരുമാനം എന്ന് പറഞ്ഞാൽ 500 കോടിയല്ല, $5 ബില്യൺ, $500 ബില്യൺ. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് വലിയ വരുമാനമാണ് അവരുണ്ടാക്കുന്നത്. ഫൈസർ എന്ന് പറഞ്ഞ മരുന്ന് കമ്പനിക്കൊക്കെ 1.5 ലക്ഷത്തോളം ജീവനക്കാർ തന്നെയുണ്ട്. അപ്പം അത്രയും ഭീകരമായ സംവിധാനങ്ങളോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. റോക്ക്ഫെല്ലറാണ് അയാളുടെ സമ്പത്ത് ചൊരിഞ്ഞിട്ട് ഈ ചികിത്സാ രീതിക്ക് മാത്രം ഒരു പ്രോത്സാഹനം കൊടുത്തത്. റോക്ക്ഫെല്ലറുടെ പണമിറങ്ങി അയാൾ ഭയങ്കര മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി, സാഹിത്യം ഉണ്ടാക്കി, അങ്ങനെ ആളുകൾ മുഴുവൻ കണ്ണഞ്ചിച്ചു പോകുന്ന ശാസ്ത്ര സിദ്ധാന്തങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. പാവം ആയുർവേദ വൈദ്യന്മാർക്ക് വല്ലതും സാധിക്കുമോ? ആയുർവേദത്തിൽ ഏറ്റവും ഗംഭീരന്മാരുള്ളത് കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല കേരളത്തിൽ വളരെ പ്രബലമായ ഒന്നാണ്. വളരെ ആത്മാർത്ഥമായി ആയുർവേദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരെ പിഴിഞ്ഞൂറ്റിക്കഴിഞ്ഞാൽ 100 കോടി കിട്ടുമോ? 1000 കോടി കിട്ടുമോ? ഇത് നിരവധിയായ 1.5 ലക്ഷത്തോളം ഉണ്ട് മരുന്ന് കമ്പനികൾ ലോകത്ത്. അതിൽ പലതും കോടാനുകോടി സമ്പത്തുണ്ടാക്കുന്നവരാണ്. അവരുടെ മുന്നിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയും നേച്ചർ ലൈഫ്, പ്രകൃതിയിൽ സ്വാതന്ത്ര്യമൊന്നും ഒന്നുമല്ല. പപ്പടം പൊടിക്കണ പോലെ പൊടിക്കാൻ അവർക്ക് പറ്റും. പക്ഷേ അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്. ലോകത്തേത് രാജ്യത്ത് ജീവിക്കുന്നതിനേക്കാളും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ പ്രശ്നങ്ങളിങ്ങനെ ഉരുത്തിരിഞ്ഞ് കാർമേഘങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പല രാജ്യങ്ങളിലും നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒരു പ്രകടനം നടത്തണമെങ്കിൽ, ഇപ്പോൾ ഒരു അനുവാദം വേണമെങ്കിൽ എഴുതി കൊടുത്താൽ നമുക്ക് 50 പേരുടെ പ്രകടനം നടത്താം. ലോകത്ത് എത്ര രാജ്യങ്ങളിലത് പറ്റും? നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് നിരവധി കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ അപ്പോഴും ചിലപ്പോൾ കേസ് വരാം, അറസ്റ്റ് ഉണ്ടാവാം, 10 ദിവസം റിമാൻഡിലിടാം, പിന്നെ ജാമ്യം കിട്ടും. കേസ് നടത്താൻ നിങ്ങൾക്ക് 5-8 വർഷങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനും, നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ള രേഖകൾ മുഴുവൻ സമർപ്പിക്കാനും, കേസുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ക്രോസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു വിശാലമായ നീതിന്യായ സംവിധാനം നമുക്കുണ്ട്. എൻ്റെ ഒരു കേസ് കൊറോണയ്ക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഫുൾജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു SI ഒക്കെ കൂടിയാണ് കേസെടുത്തത്. അത് കോടതിയിൽ 5 കൊല്ലം എന്നെ നടത്തിച്ചു. വിചാരണ കഴിഞ്ഞു, കുറ്റക്കാരനല്ല എന്നുകൊണ്ട് കോടതി വെറുതെ വിട്ടു. മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിക്കനുകൂലമായിട്ട് ഇങ്ങനെ ഒരു വിചാരണയുടെ അവരെ വിസ്തരിക്കാനും ചോദ്യം ചോദിക്കാൻ ക്രോസ് ചെയ്യാനും ആ SI എല്ലാം വിളിച്ച് കൂട്ടിക്കയറ്റിയിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. അങ്ങനെ ജനാധിപത്യപരമായ വലിയ ഒരാശ്വാസം, ഒരു ശുദ്ധവായു നമ്മുടെ രാജ്യത്തുണ്ട്.
പാകിസ്ഥാനിൽ പറ്റുമോ? ഏത് രാജ്യത്ത് പറ്റും? ഈ പറഞ്ഞ അമേരിക്കയിൽ ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും കാർമേഘങ്ങൾ കയറി വരുന്നത്. അത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ നമുക്കിതുപോലെ അഭിപ്രായം സ്വതന്ത്രമായി പറയാനും പറഞ്ഞാലത് കേൾക്കാനും ഒക്കെയുള്ള ആളുകൾ, ഒരു ജനത പറഞ്ഞാൽ കേൾക്കാൻ ഉണ്ട്. നമ്മളെപ്പോലുള്ള ഈ സാമ്പത്തിക കരുത്തില്ലാത്ത, അധികാരത്തിൻ്റെ പിന്തുണയില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഒരു കാര്യം ഉന്നയിച്ചാൽ അത് ശരിയാണെങ്കിൽ അത് ശ്രദ്ധിക്കാനും അതിനോട് പ്രതികരിക്കാനും ജനങ്ങളുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ചെയ്തേ? നിങ്ങളെല്ലാവരും ഒന്ന് ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞു, യൂട്യൂബിലൊന്ന് കൊടുത്തു, ചെറിയ പത്രത്തിൽ വളരെ 1-2 പേര് സ്പോൺസർ ചെയ്തുകൊണ്ട് ചെറിയ പരസ്യവും കൊടുത്തു. പലരും പറയും നിങ്ങളുടെ പരിപാടി പത്രത്തിലൊരു ചെറിയ പരസ്യം കൊടുക്കാൻ ഞാൻ 50,000 രൂപ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവർത്തിച്ചു പോരുന്നത്. അതല്ലാതെ ഒരു സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് ഓർഡർ കൊടുത്തു എല്ലാ യൂണിറ്റിൽ നിന്നും 50 പേര് വരണം ഒന്നും നമുക്കില്ലല്ലോ. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് ഒരു പരിപാടിയും നാട്ടിൽ നടക്കില്ല, വേറൊരു പരിപാടിയും നടക്കില്ല, ആരും വരില്ല. ചൂട് പിടിച്ച് തീ പിടിച്ചിരിക്കുന്ന ഒരു സമയത്തും ഇത്രയും പേര് നിങ്ങൾ വന്നില്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു മെച്ചം അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മെച്ചം കൂടിയാണ്.